എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോം ലോൺ പലിശ എങ്ങനെ സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ശരിക്കും വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു പേടി സ്വപ്നമാണ് ഈ ഹോം ലോൺ, അതിൻ്റെ പലിശ എന്ന് പറയുന്നത്. ഈ പലിശ നിരക്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? അതിൽ നമ്മളിപ്പം ഈ വീട് ഒരു ഇമോഷണൽ തിങ്ങാണ്. പലപ്പോഴും പ്രാക്ടിക്കലായി ചോദിക്കുകയാണെങ്കിൽ ഞാനൊക്കെ വീട് വേണ്ട, വാടകയ്ക്ക് താമസിച്ചാൽ മതി എന്ന പക്ഷക്കാരനാണ്. പ്രാക്ടിക്കലായി നോക്കുമ്പോൾ വീട് നമുക്കുണ്ടെങ്കിൽ ഒരു വീട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിലപ്പം ജോലി ആവശ്യാർത്ഥം വേറൊരു നഗരത്തിലാണെങ്കിൽ അവിടെ നമ്മളൊരു വീട് വാങ്ങേണ്ട കാര്യമില്ല. നമ്മളവിടെ വാടകയ്ക്ക് താമസിച്ചാൽ മതി. നമുക്ക് നാട്ടിലൊരു വീടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വേറൊരു വീടുണ്ടെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇമോഷൻ ആയതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ മുഖ്യ വ്യവസായങ്ങളിലൊന്ന് അല്ലെങ്കിൽ മുഖ്യ ബിസിനസ്സുകളിലൊന്നാണ് ഈ ഹോം ലോൺ എന്ന് പറയുന്നത്. അത് അവരുടെ ബിസിനസ്സാണ്, അവർ ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു സ്ഥാപനമാണ്. അപ്പം ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു 25 ലക്ഷം ലോണ് 25 വർഷത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു 9% പലിശ നിരക്കിൽ ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഏകദേശം നമ്മൾ അടച്ചു വരുന്നത് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ മാത്രം അടയ്ക്കുന്നത് 37.93 ലക്ഷമാണ്. എന്ന് വെച്ചാൽ 25 ലക്ഷത്തിൽ ലോണ് നമ്മൾ പരിപൂർണമായിട്ട് അടച്ചു വരുമ്പോഴേക്കും 62.93 ലക്ഷമാകും. അത്രയും നമ്മൾ ഏകദേശം മുതലിൻ്റെ ക്കാൾ കൂടുതൽ നമ്മൾ പലിശ ഇനത്തിൽ അടയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ രീതിയിലേക്ക് നോക്കാം. ആ രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ഹൃദയവേദന വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ EMI എന്ന് പറയുന്നത് ഇപ്പോൾ 25 ലക്ഷം 25 വർഷത്തേക്ക് 9% പലിശ നിരക്കിൽ എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 21,000 പെർ മന്ത് നമ്മുടെ EMI വരിക. ആ EMIയിൽ 18,750 രൂപയും പലിശയിലേക്കാണ് പോകുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകുന്നത് വെറും 2,229 രൂപയോ 2,300 രൂപയും കഷ്ടിയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെയിൻ വരിക. കാരണം നമ്മൾ പണിയെടുക്കുന്ന പൈസയിൽ ഭൂരിഭാഗം പണവും ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ബാങ്കിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അപ്രിസിയേഷൻ ഈ ഇൻഫ്ലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അവർക്ക് ഇങ്ങനെ തന്നെ കളക്ട് ചെയ്തേ പറ്റൂ. ഈ പലിശ നിരക്ക് ഇങ്ങനെ കുറഞ്ഞ് അവസാനം എത്തുമ്പോൾ കുറേ മുതലിലേക്കും കുറച്ച് പലിശയായിട്ട് മാറും. പക്ഷേ തുടക്കത്തിൽ കുറേ പലിശയും കുറച്ച് മാത്രമേ മുതലിലേക്ക് പോകുള്ളൂ. തീർച്ചയായിട്ടും ഈ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതേസമയത്ത് ഇമോഷണലായിട്ട് നോക്കുമ്പോൾ വീടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം വീടും വേണം, നമുക്ക് ഈ പലിശ നിരക്കിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുറച്ചെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ? വഴികൾ ഞാൻ പറയാം. നമ്മളിപ്പം ഒരു സുപ്രഭാതത്തിലല്ല നമ്മൾ വീട് വാങ്ങണം തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ശ്രീഷയ്ക്ക് നേരത്തെ തന്നെ അറിയാം എനിക്ക് എന്തായാലും ഒരു വീട് വേണ്ടി വരും. കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മക്കൾ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം ഇനി ഞാൻ എന്തായാലും വീട് വെക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്ന്, ശ്രീഷയ്ക്ക് ഇപ്പം ശ്രീഷ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ പറയുന്നു ശ്രീഷയ്ക്ക് 25 വയസ്സിന് താഴെയാണ് പ്രായം എന്ന് കൂട്ടിക്കാം. ശ്രീഷയ്ക്ക് ഒരു കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഞാൻ പറയുന്നു ശ്രീഷയ്ക്ക് 25 വയസ്സാണ് പ്രായം. അപ്പോൾ ശ്രീഷയ്ക്ക് ജോലി കിട്ടി. അപ്പോൾ ശ്രീഷ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എനിക്കൊരു 35 വയസ്സാകുമ്പോൾ ഒരു വീടുണ്ടാക്കണമെന്ന് ശ്രീഷ കണക്ക് കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ EMIക്ക് തുല്യമായ പൈസ നമുക്ക് ജോലി കിട്ടി, EMIക്ക് തുല്യമായ പൈസ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങാം. ഉദാഹരണത്തിന് 25-ാം വയസ്സിൽ ശ്രീഷ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് അടിച്ചിട്ട് 20,000 രൂപ വെച്ച് മാസം 10 വർഷത്തേക്ക് നിക്ഷേപിക്കാം. അങ്ങനെ നമ്മൾ നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് ശ്രീഷ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 24 ലക്ഷമായിരിക്കും. ഇനി നമ്മളൊരു 12% മിനിമം വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ, നമുക്കൊന്നും പറയാൻ പറ്റില്ല വിപണി, പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു 12% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് ഏകദേശം 22,46,000 രൂപയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് എത്രയായിട്ട് മാറി? നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 24 ലക്ഷവും 22 അധികം കിട്ടുമ്പം നമ്മുടെ കയ്യിൽ ഏകദേശം 46.46 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കാണും 10 വർഷം കഴിയും. ഈ 10 വർഷം കഴിഞ്ഞിട്ട് ശ്രീഷയ്ക്ക് വേണമെങ്കിൽ 40 ലക്ഷത്തിൻ്റെ, അപ്പോഴേക്കും നമ്മൾ 10 വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റും കൂടി കാണണം കേട്ടോ. എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് കൃത്യമായിട്ട് അറിയാം. പണപ്പെരുപ്പ നിരക്ക് ആനുപാതികമായിട്ട് ചിലവ് കൂടും. നമ്മൾ ഈ വർഷം 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം അടുത്ത വർഷം ചിലപ്പോൾ ഒരു പക്ഷേ 10.10 10.50 വാങ്ങേണ്ടി വരും. അപ്പം 10 വർഷത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ മനസ്സിൽ വെക്കണം.
അപ്പോൾ ശ്രീഷയുടെ മുന്നിൽ 10 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ 46 ലക്ഷത്തിന് വീട് വാങ്ങാം. പക്ഷെ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ വേറൊരു സൊല്യൂഷൻ പറയാം. ഈ 46 ലക്ഷത്തിൽ നമ്മൾ ഒരു ഇൻഫ്ലേഷന് വേണ്ടിയിട്ടൊരു 16 ലക്ഷം മാറ്റി വയ്ക്കുന്നു. ഈ 16 ലക്ഷം നമ്മൾ വീട് ഉണ്ടാക്കുന്നതിനുള്ള നമ്മുടെ ഇനീഷ്യൽ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കരുതുന്നു. ബാക്കിയുള്ള 30-35 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ SWP ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, മ്യൂച്വൽ ഫണ്ടിലോ ETF-ലോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ 10 വർഷം നിക്ഷേപിച്ചു പോയി. ആ പണം പിൻവലിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പണം കൺസോളിഡേറ്റ് ആയിട്ട് നമ്മൾ കിട്ടുന്ന ആ പണം ഉണ്ടല്ലോ, ആ പണം നമ്മൾ SWP സ്റ്റാർട്ട് ചെയ്യുന്നു. SWP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ 25 ലക്ഷത്തിന് ഉണ്ടാക്കാൻ കണ്ട വീടിന് ഒരു പക്ഷേ അപ്പോഴത്തേക്ക് കോസ്റ്റ് 35 ലക്ഷമോ 40 ലക്ഷമോ ആയിട്ടുണ്ടാവും. ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 30 ലക്ഷം നമ്മൾ SWP സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ SWP സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു 8% നമ്മളതിനൊരു 8%മാണ് അതിൻ്റെ വളർച്ചാ നിരക്കെന്ന് കരുതുകയാണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടും, ഈ വീടിന് നമ്മളിപ്പോൾ 25 ലക്ഷമാണ് അന്ന് ശ്രീഷ ലോൺ എടുക്കാമെന്ന് കരുതുക. ആ 25 ലക്ഷത്തിന് EMI എത്രയാണ് പറഞ്ഞത്, 21,000 അല്ലേ പറയുന്നുള്ളൂ. ആ 21,000 അടയ്ക്കാനുള്ള പൈസ നമ്മൾ SWP ആയിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് 25 വർഷത്തേക്ക് എന്ന് വെച്ചാൽ ശ്രീഷയ്ക്ക് അടുത്ത 35 + 25 എത്രയാണ്, 60 വയസ്സാവുന്നവരെ ഈ ലോൺ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോകും. ഈ SWP എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അവസാനം ശ്രീഷയ്ക്ക് 63 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടി തുടക്കം മുതൽ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 25-ാം വയസ്സിൽ നമ്മൾ തീരുമാനിക്കുന്നു 35 വയസ്സാകുമ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമെന്ന്. അങ്ങനെ വീട് വയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 20 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. മാർക്കറ്റ് ഇത്രയും കാലത്ത് ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12% വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പണം ഏകദേശം ഒരു 46 ലക്ഷമൊക്കെ ആയെന്ന് കൂട്ടുകയാണെങ്കിൽ ആ 46 ലക്ഷത്തിൽ നിന്ന് നമുക്കൊരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ നമ്മളൊരു ഹോം ലോൺ എടുക്കുന്നത് നമ്മുടെ 35-ാം വയസ്സിലാണ്. അതിൽ നമുക്ക് ഇനീഷ്യലായിട്ട് ഒരു 20% പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ആ 20% പണമായിട്ട് നമുക്കിതിന്ന് കുറച്ച് പണം മാറ്റിവെച്ച് ബാക്കി പണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF-ലോ SWP മോഡലിൽ നിക്ഷേപിച്ച് അതിന്ന് EMI-ക്ക് തുല്യമായ പണം പിൻവലിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത 25 വർഷമാകുമ്പോഴേക്കും 25 വർഷത്തെ EMI അടയും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലും കിട്ടും. ഇവിടെ ഇൻഫ്ലേഷൻ നോക്കണം. കാരണം എന്താ വെച്ചാൽ 10, 25, 35 വർഷമായി. 55 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ബേസിക്കായ 10 വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കത് വളർന്ന് പോകുന്നത്. വീട് നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഫ്രീ പോലെ നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇതാണ് ഒരു മാർഗ്ഗം ഉള്ളത്. ഇതിൽ പ്രാക്ടിക്കലായി നടക്കുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഐഡിയ ഇതാണുള്ളത്. ഇതെല്ലാവരും പറയുന്ന ഒരു ഐഡിയ ആണ്. പിന്നെ ഇതിൽ ഏതാണ് ശ്രീഷയ്ക്ക് വേണ്ടി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് വീട് വെക്കണം എന്നാണ് മനസ്സിലുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വീട് വെക്കണമെങ്കിൽ ശ്രീഷയ്ക്ക് 25-ാം വയസ്സിൽ തന്നെ ഹോം ലോൺ എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണക്ക് വീണ്ടും വരുന്നു. 25 ലക്ഷമാണ് ശ്രീഷ ഹോം ലോൺ എടുക്കുന്നത്. ആ 25 ലക്ഷത്തിന് EMI എന്ന് പറയുന്നത് 21,000 രൂപയാണ്. ആ EMI എല്ലാ മാസം അടയ്ക്കണം. ശ്രീഷ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 25 വർഷത്തേക്കുള്ള ലോൺ എടുത്തത്. 25 വർഷത്തേക്ക് ലോൺ എടുത്ത് നമ്മൾ 25 വർഷത്തേക്ക് ഒരു SIP ആരംഭിക്കുക. വെറും 3,000 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 21 രൂപയ്ക്ക് ഹോം ലോൺ എടുക്കുന്ന അതേപോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് നമ്മൾ 3,000 വെച്ചിട്ട് എല്ലാ മാസവും അടച്ചു പോവുക. അടുത്ത 25 വർഷം അടച്ചു പോവുക. അപ്പോൾ ഏകദേശം നമ്മൾ അടച്ചു കഴിയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയായിരിക്കും. ആ 9 ലക്ഷത്തിൽ നിന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ആയിട്ട് റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 47 ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ കിട്ടും. കാരണം 25 വർഷത്തേക്കാണ് നമ്മൾ SIP ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം 47%. ഇവിടെ നമ്മൾ വളർച്ചാ നിരക്ക് 12% കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 47 ലക്ഷം നമുക്ക് കിട്ടും. ഈ 47 ലക്ഷം രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് 56 ലക്ഷം ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. അതിൽ നമ്മുടെ മുടക്കുമുതലായ 9 ലക്ഷം രൂപയോട് പോട്ടെ. നമ്മൾ അടച്ചു വന്നിരിക്കുന്ന എമൗണ്ട് ടോട്ടൽ വരുന്ന 9 ലക്ഷമാണ്. അത് പോട്ടെ. ബാക്കിയുള്ള പണത്തിൽ നിന്ന് ഈ നികുതികളൊക്കെ ഉണ്ടാവും. എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പോലുള്ള നികുതികളൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ടാക്സ് ഡിഡക്ഷൻ അങ്ങനെ എല്ലാം കണക്ക് കൂട്ടിയാൽ നമുക്കൊരു 42 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഈ 3,000 വെച്ച് അടച്ചു പോകുന്ന 25 വർഷം. ഇപ്പുറത്ത് നമ്മൾ 25 വർഷം നമ്മൾ ലോൺ എടുത്ത് പോകുമ്പോൾ അതിന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 37,93,000 രൂപയാണ്.
അപ്പോൾ 37,93,000 രൂപയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3,000 രൂപയുടെ കുഞ്ഞു സ്ലിപ്പ് അടിച്ചിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് 42 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ചെറിയൊരു എമൗണ്ട് മാസത്തിൽ സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പലിശ നിരക്കിനെ കംപ്ലീറ്റ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഇങ്ങനെ ശ്രീഷയുടേതായ ഒരു പ്ലാൻ കൊണ്ടുവരാം. ഇത് ജസ്റ്റ് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി ചില ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പലിശ നിരക്കിൻ്റെ ആ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്കൊരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റും. ശ്രീഷ ഇരുന്ന് ആലോചിച്ചാൽ ശ്രീഷയ്ക്കും കുറേ ഇത്തരത്തിലുള്ള ഐഡിയകൾ കിട്ടും. അത്തരം ഐഡിയകൾ ഉപയോഗിച്ച് നമുക്ക് ഈ വലിയ പലിശ നിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്ലാനിങ് വേണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇതിന് സെബി രജിസ്റ്റേർഡ് ആയ ആളുകളുണ്ട്, അവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ചിലപ്പം പ്രാക്ടിക്കലായ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാണും. അതെല്ലാം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. പഠിച്ച് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹോം ലോണിൻ്റെ പലിശ എങ്ങനെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പലിശ നിരക്ക് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും എന്നതാണ് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതെപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് എന്നുകൂടി ആലോചിക്കണം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിച്ച് നിക്ഷേപങ്ങൾ നടത്താൻ ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ്. എന്തായാലും വരും എപ്പിസോഡുകളിലും ഇതുപോലെയുള്ള പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.